കഴിഞ്ഞ് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താ ഇവിടെ കുറേ പൂവും ഇലയും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കണം. ഓണം കഴിയുകയും ചെയ്തു, എന്നിട്ടും ഇതൊക്കെ ആയിട്ട് എന്താ വന്നിരിക്കണമെന്ന് വിചാരിക്കും. വേറെ ഒന്നുമല്ല, ഞാനിന്ന് പറയുന്നുണ്ട്. അതിന് മുമ്പ് എല്ലാവരുടെയും ആണ് അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. വയറ് ഫുൾ എന്താ പറയുക, അസിഡിറ്റി ഒക്കെ ആയിട്ട് കാലത്ത് ഹോസ്പിറ്റലിൽ പോയി. എല്ലാവരും സദ്യ കൊണ്ട് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ വീട്ടിൽ വന്നത്. എന്നാലും ഓണം അടിപൊളിയായിരുന്നു. പിന്നെ അപ്പം ഇനി വന്ന കാര്യം പറയാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പൂക്കളാണ്. നമ്മൾ ഇപ്രാവശ്യം ഓണത്തിന് പുറമേ നിന്ന് പൂ വാങ്ങിച്ചിട്ട് പൂക്കളിട്ടിട്ടില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പൂക്കളാണ്. അപ്പോൾ ഇപ്പം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ഓണത്തിന് നിങ്ങൾക്കും ഇതുപോലെ പൂക്കൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ചെണ്ടുമല്ലി കൃഷി ചെയ്യുക എന്നുള്ളത് പറഞ്ഞത്. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് കുറച്ച് കൊടുക്കാമെന്നുള്ള രീതിക്കൊക്കെ നമുക്ക് വീട്ടിൽ രണ്ടാളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് എന്താ ചെണ്ടുമല്ലി കൃഷി. അപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡ് തൈകളാണ് വാങ്ങിച്ചത്. നമ്മൾ വിത്തിട്ടിട്ട് പൂവുണ്ടാകാൻ കുറേ കാലം പിടിക്കും. അപ്പോൾ 3 to 5 രൂപയുടെ ഉള്ളിൽ നമുക്ക് എന്ത് കിട്ടും? ചെണ്ടുമല്ലിയുടെ തൈകൾ വീട്ടിലെ ആവശ്യത്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 തൈ വാങ്ങിച്ചാൽ മതി. നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങിച്ചു, ഒരു 50 തൈ വാങ്ങിച്ചു, രണ്ടും കൂടി. അപ്പോൾ എന്താണ് നമ്മൾ എന്നിട്ട് അത് നടുക ചെയ്തത്. അപ്പോൾ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയ നമ്മൾ തീരുമാനിച്ചു. അവിടെ നേരത്തെ നമ്മൾ ഈ എന്താ പറയുക, ചമ്മലൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച സ്ഥലമായിരുന്നു. അതിന് ഓൾറെഡി വളം ഉണ്ടായിരുന്നു. അവിടെ ഈ വെണ്ണീറും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ നിറച്ച് വളം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഇങ്ങനെ ഓരോ വരി ഇത് നട്ടു കൊടുക്കുക ചെയ്തത്. നടനേക്കാളും മുമ്പ് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് കളച്ച് ചെറിയ കുഴി കുത്തി ആ കുഴിയിലേക്ക് നമ്മൾ കുറച്ച് ചാണകപ്പൊടി, എല്ലുപൊടി, പിന്നെന്താണ് കുറച്ച് കമ്പോസ്റ്റ്, എന്തൊക്കെയാ നമ്മുടെ ജൈവ വളങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എല്ലാം ഓരോന്നും ഇട്ടിട്ട് ഈ തൈകൾ വെച്ച് കൊടുക്കുക ചെയ്തത്. അങ്ങനെ ഒരു 4 വരി നമ്മൾ വെച്ചു. എന്നിട്ട് പിന്നെ ഒരു 15 ദിവസം 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വളം ഇടേണ്ട സമയമായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളം ഇട്ടിട്ട് സെയിം വളങ്ങൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ NPK യൂസ് ചെയ്യാം, അടിച്ചു കൊടുത്താലും മതി. സെയിം വളങ്ങൾ യൂസ് ചെയ്ത് വീണ്ടും അതിൻ്റെ കാടയൊക്കെ ഒന്ന് മണ്ണിട്ട് മൂടി ഏരി കോരുകയെന്ന് പറയും നമ്മളിവിടെ, ഇങ്ങനെ തിണ്ട് പോലെയാക്കും. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് വെയിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു 10-35 ദിവസം കഴിയുമ്പോഴേക്കും അതിന് കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ വരാൻ തുടങ്ങും. ഹൈബ്രിഡ് തൈയല്ലേ, അപ്പോൾ അത് നുള്ളി കൊടുക്കുക. നമ്മൾ ഇപ്രാവശ്യം ഒരു മണ്ടത്തരം ചെയ്തു, അത് നുള്ളി കൊടുത്തില്ല. പക്ഷേ നമുക്ക് ഇഷ്ടംപോലെ പൂവുണ്ടായി. പിന്നെ ഇപ്രാവശ്യം മഴയും കുറവായിരുന്നല്ലോ, അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നനച്ചു കൊടുക്കണം. അപ്പോൾ ഒരു 10-35 ദിവസം കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ വന്നാൽ അത് നുള്ളി കൊടുക്കുക. നുള്ളി കൊടുത്തിട്ട് കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് കുഞ്ഞു കുഞ്ഞി ഇലകൾ നിറച്ചിങ്ങനെ തിക്കായിട്ടുള്ള ചെടിയായിട്ട് മാറും. ആ ഇലയിലൊക്കെ നിറച്ച് മുട്ടുകൾ വരും. ആ ഒരു സമയത്ത് 10-40 ദിവസം ആകുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഫോളിയേജ് വളങ്ങൾ കൊടുക്കുക. NPK നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഗ്രോത്ത്. അപ്പോൾ അത് കഴിഞ്ഞാൽ വല്ല ബ്ലൂമിങ് ഹോർമോൺ കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അത്തത്തിൻ്റെ അന്ന് പൂവിടാം. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റ് അത്തത്തിൻ്റെ അന്നല്ലേ ചോദിക്കുന്നത്? ഹൈബ്രിഡ് തൈയാവുമ്പോൾ ഒരു 65 to 70 ഡേയ്സിന്, അത്തത്തിന് 65 to 70 ഡേയ്സിന് മുമ്പ് നമ്മളിത് നടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്തത്തിൻ്റെ അന്ന് തുടങ്ങി, അതായത് അപ്പോൾ 65 to 70 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഈ പൂക്കളിടേണ്ട ദിവസം തുടങ്ങി നമുക്ക് അങ്ങോട്ട് പൂക്കൾ കിട്ടും. ഞങ്ങൾക്ക് ഇപ്രാവശ്യം വീട്ടിലിടാനും കിട്ടി, കുറച്ചടുത്തുള്ള ആൾക്കാർക്കും കൊടുത്തു, പിന്നെ കുറച്ച് നമ്മൾ കടയിൽ കൊടുത്തു. അപ്പോൾ 60 രൂപ, ചിലപ്പോൾ ദിവസം 50 രൂപയൊക്കെ വെച്ചിട്ട് നമുക്ക് കിലോന് പൂക്കൾ എടുത്തിരുന്നു ആൾക്കാർ. അങ്ങനെ ഒരു 10-2000 രൂപയ്ക്ക് പൂ തന്നെ വിറ്റു. ഇപ്പോഴും പൂക്കളുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റിയത്. അപ്പം ഇതിൻ്റെ നമ്മുടെ ചെണ്ടുമല്ലിയുടെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. അപ്പം എല്ലാവരും ഇത് കാണുക. അടുത്ത കൊല്ലം ഓണത്തിന് എല്ലാവരും ഇത് ചെയ്യുക. അപ്പം എല്ലാവർക്കും സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ
പൂക്കളുണ്ടാവും. പുറമേ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഓണം വിഷസ് അടുത്ത കൊല്ലത്തേക്ക്. ബൈ.